വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. യെസ്, ഇന്ന് എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? നമ്മൾ പൊളിക്കും. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും കുക്കും ആദ്യമായിട്ട് ഒരു കൊറിയോഗ്രഫി വർക്ക്ഷോപ്പ് എടുക്കാൻ പോവാണ്. അതെ, കുറേ നാളെ ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു, പക്ഷെ ഒരുമിച്ച് പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ആൻഡ് 2024 ഫസ്റ്റ് വർക്ക്ഷോപ്പാണ്. അതെ, അതെ, ഞങ്ങളാണല്ലോ ചെയ്യണേ. അതിന്റെ നല്ല ടെൻഷൻ ഉണ്ട്. ഒരു കാർ വരുന്നുണ്ട്, വണ്ടി ഇടിച്ചാവുണ്ടെങ്കിൽ മാറി നോക്കും. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. ദൈവം സഹായിച്ച് ആദ്യത്തെ വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു ക്രൗഡിനെ നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ടെൻഷൻ കൂടുതൽ. നമ്മൾ വർക്ക്ഷോപ്പ് വെച്ച് അധികം ആൾക്കാരുണ്ടാവില്ല, പക്ഷെ ഇത് കുറെ ആൾക്കാരുണ്ട്. നമുക്കൊരു സ്പേസിന്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു എന്നിട്ടും കുറെ കോൾസ് വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം. എന്തായാലും നമ്മൾ പോയിട്ട് നമ്മളെ കുട്ടികൾ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കണം. ഇത് ആക്ച്വലി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കൊറിയോഗ്രഫി വർക്ക്ഷോപ്പ് വെച്ചേക്കുന്നത്. ഒരു കപ്പിൾ ഡാൻസ് അല്ലെങ്കിൽ ഒരു പെയർ ഡാൻസ് പോലെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ക്യൂട്ടാണ്, ഒരു ചെറിയൊരു വർക്ക്ഷോപ്പ്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ചെറിയൊരു പാടുള്ള, ചെറിയൊരു ബുദ്ധിമുട്ടുള്ള, ഒരു മിഡിൽ ലെവൽ, അഡ്വാൻസ് ലെവൽ അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ. യെസ്, അപ്പോൾ ഞങ്ങൾ ഔട്ട്ഫിറ്റ്, ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ലൈക്ക് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് ഞങ്ങൾ പിടിച്ചേക്കണം. എല്ലാവരും അവിടെ വൈറ്റും റെഡൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കാരണം വാലന്റൈൻസ് ഡേയുടെ സംബന്ധിച്ചുള്ള വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് കാര്യമില്ല, നമ്മൾ കൊടുക്കണം. അതിന് വലിയൊരു സാധനം ആയതുകൊണ്ട് എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് കുറെ ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല. ആദ്യമായിട്ടാണല്ലോ അവള് ചെയ്യണേ. ദിവസം അടുക്കും തോറും ഇന്ന് രാവിലെ ഒക്കെ എന്നൊക്കെ ആക്കിയിരുന്നാണ്. സോ ഒരു കുഴപ്പമില്ല, ടെൻഷനൊന്നും ഇല്ല. എന്തായാലും ഞാൻ ഉള്ളതുകൊണ്ട് അതെല്ലാം ശിവൻ പഠിപ്പിച്ചോളൂ. ഞാൻ സൈഡിൽ അതായിരിക്കും കാണാൻ നമ്മുടെ കുട്ടികൾ വെയിറ്റിംഗ് ആയിരിക്കും. അതിപ്പോ നമ്മൾ അറിയാത്ത കുറെ കുട്ടികളുണ്ട്, ആദ്യമായിട്ട് കാണാൻ പോകും. അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കറിയില്ല, നോക്കാം. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദി സ്റ്റുഡിയോ. നിതിൻ സാർ, എന്താണ് നടക്കണേ? എന്താ പരിപാടി? ഫ്രഷാണോ? ഫ്രഷാണോ? എന്താ എന്നിട്ട് പരിപാടിയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് നമ്മള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ ഫില്ലായി. ഓൾമോസ്റ്റ് കുഴപ്പമില്ല. ഇപ്പം അഡ്മിഷൻസ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ട്. എത്ര പേരുണ്ട് ഏകദേശം? നമുക്കിപ്പം ഒരു 80 അഡ്മിഷൻസ് ഉണ്ട്. ഹായ്, ഞാൻ ആദ്ര. ഞാൻ ശിവപ്രിയ. ഞങ്ങൾ കെ സ്ക്വാഡിൻ്റെ കുക്കുചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. D4 തൊട്ട് കണ്ട് അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഇവിടെ വന്ന് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ചെറിയ പ്രായം തൊട്ടേ ഡാൻസിനോടുള്ള പാഷൻ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. കുറേ വർഷങ്ങളായി പഠിക്കുന്നു, പക്ഷെ ഇങ്ങനൊരു സ്റ്റേജ് ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡ്രീമാണ് ഈ ഒരു കെ സ്ക്വാഡ് എന്നുള്ളൊരു ഫ്ലോർ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിപ്പെട്ടതാണ് ഇന്നത്തെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കൊറിയോഗ്രഫി വർക്ക്ഷോപ്പിന് വേണ്ടി. ഓക്കെ, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞാൻ ആലുവയിൽ നിന്നായിരുന്നു വരുന്നത്. എരൂര്, തൃപ്പൂണിത്തുറ ഭാഗത്തുനിന്നാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ അടിച്ചു പൊളിക്കുമോ? തകർക്കും. ഓക്കെ, ശരി, തകർക്കട്ടെ. നിങ്ങളാണ് ആൾക്കാരെ അകത്തേക്ക് ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്ന ആൾക്കാരല്ല, ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്ന സ്ഥലം അവിടെ റിസപ്ഷനിലാണ്. സെക്ഷനാണ് ഞങ്ങൾ. ഈ വാതിൽ കടന്നാൽ നമ്മുടെ ഫ്ലോറായി. പിന്നെ ഇന്നത്തെ ഡാൻസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് തന്നെ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള എന്തായാലും അടിപൊളിയാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പൊളിച്ച് വൈബ് ആക്കും. ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞങ്ങൾ തകർക്കും. അപ്പം പൊളിച്ചെടുക്കുന്നു. നമസ്കാരം. ഇത് മെലഡിയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊരു നൈസായിട്ട് എല്ലാവരും ചിൽ വൈബായിട്ട് എല്ലാവരും മൂവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂമെൻറ്റ്സ് ആയിരിക്കും എന്തായാലും. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് തകർക്കട്ടെ. യെസ്, എല്ലാവരും വൈബോസ്കി ജോയോ. എല്ലാവരും ഡാൻസേഴ്സ് ആണോ? മാക്സിമം സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചെടുക്കാം. ലാസ്റ്റ് ഷോക്കേസ് ഉണ്ടാവും, നിങ്ങളുടെ വീഡിയോസ് എടുത്ത് തരും, നിങ്ങൾക്ക് തന്നെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് വേഗം പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് അതിലൊക്കെ അടിപൊളിയായിട്ട്. മനസ്സിലായോ? സെറ്റല്ലേ? Five, six, seven, go. Hey, 5
അല്ല, ജഡ്ജ് ചെയ്യാനുള്ള സ്ക്രീൻസ് അല്ല, സ്നേഹം മാത്രം. എന്ന് മാത്രം ഹേ ഹേ ഹാ ഹേ ഹേ. ഇപ്പോൾ പ്രസൻ്റ്ലി വർക്ക്ഷോപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസൻ്റ് എല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷത്തിലാണ്. ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. ഞങ്ങൾ പണ്ട് തൊട്ടേ സെമി ക്ലാസിക്കൽ ഡാൻസേഴ്സും അതേപോലെ തന്നെ ഭരതനാട്യം ട്രെയിൻ ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്, ഇങ്ങനെ ഒരു എക്സ്പോഷർ ആദ്യമായിട്ടാണ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. വി ബോത്ത് ആർ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഹാപ്പിയാണ്. വെറുതെ പറയുന്നതല്ല, ശരിക്കും ഹാപ്പിയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പാണിത്. ആൻഡ് സിമ്പിൾ കൊറിയോഗ്രാഫി ആയിരുന്നു. ആൻഡ് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരതെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കുറേ കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ആൻഡ് വെരി താങ്ക് യു ടു കുക്കുച്ചേൻ ആൻഡ് ദീപ ചേച്ചി. എനിക്ക് എന്താ പറയുക, ഒന്നും പറയാനില്ല. വെറുതെ വന്ന് നമ്മുടെ ഇന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ ഇത് കുക്കുച്ചേനും ദീപ ചേച്ചിയും ഫസ്റ്റ് കണ്ടക്ട് ചെയ്യണ വർക്ക്ഷോപ്പാണ്. ഞാൻ ഓൾറെഡി ഇവിടെ പഠിക്കുന്നത്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഓൾറെഡി ഇവിടുത്തെ വൈബ് ഓൾറെഡി അറിയാം. പക്ഷേ ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊറിയോ ഇത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അത് പഠിച്ച് അത് നന്നായിട്ട് എക്സ്പ്രസീവ് ചെയ്യാൻ പറ്റി. പക്ഷേ പരിപാടി ഉദ്ദേശിച്ചതിനെക്കാണ്ട് വേറെ ലെവലിൽ പോയി. അത്ര ഹാപ്പിയാണ്. ഈ വീഡിയോയിന് എന്തൊക്കെ വന്നാലും റീലെടുത്തിന് അടുത്ത ദിവസം ഇടും, ഉറപ്പാണ്. ഷുവർ. താങ്ക് യു സോ മച്ച് കുക്കുച്ചേട്ടൻ. ഹലോ, എൻ്റെ പേര് ഗായത്രി. എൻ്റെ പേര് ഇസ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വർക്ക്ഷോപ്പ് കൂടുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഈ സ്റ്റൈലും അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആദ്യം ഒരു പാടായിരുന്നു ഇതിനോടൊന്ന് കോപ്പപ്പ് ചെയ്യാൻ. പക്ഷെ പിന്നെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു പണ്ടത്തേക്ക്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ശരിക്കും ഞങ്ങൾ ഡോക്ടേഴ്സാണ്. അപ്പം രാവിലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തിരക്കായിട്ട് നിൽക്കുമായിരുന്നു. ഇതിന് വരാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചതല്ല. പക്ഷേ താമസിക്കുമെന്ന് പറഞ്ഞപ്പോഴും കുക്കുച്ചേട്ടൻ സാരമില്ല ബാപ്പൂര് നമുക്ക് എങ്ങനെയാലും കോപ്പപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചാടി ഞങ്ങൾ വന്നു. അടിപൊളി സന്തോഷമുണ്ട്. ഇവരെ കാണാൻ പറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഡാൻസ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ വലിയ ഡാൻസേഴ്സ് ഒന്നും അല്ല. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. ഹായ്, കേസ് കോഡിലെ 24 ഫസ്റ്റത്തെ വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു. അതിലൊരു പാട്ടാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ 3 years മുന്നാണ് ഞാൻ കേസ് കോഡിൽ വരണേ. ഇപ്പം അതിനുശേഷം ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയുള്ള വർക്ക്ഷോപ്പുകൾ വെയിറ്റ് ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് അഭിഷേക്. എൻ്റെ പേര് കൃഷ്ണ. ഓക്കെ, സോ ഞങ്ങൾ ഇൻസ്റ്റയിൽ വഴിയാണ് ഇതിൻ്റെ ആഡ് കണ്ടത്, ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കുക്കുച്ചേട്ടൻ നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ പണ്ടുതൊട്ടേ കുക്കുച്ചേട്ടൻ്റെ വലിയ ഫാൻസാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം, അതായത് ബാക്കി വർക്ക് ടൈമൊന്നും അല്ലാതെ അത് ക്ലാഷൊന്നും ആവാത്ത രീതിയിൽ വർക്ക്ഷോപ്പ് വന്നപ്പോൾ ഇതിന് വരാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി.
എന്താ പറയുക ഇത്രയൊരു ഷോർട്ട് സ്പാനിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു കൊറിയോ പഠിച്ചെടുക്കാൻ പറ്റി. താങ്ക്സ് ടു ദ ക്രൂ. താങ്ക് യു. താങ്ക് യു കുക്കുചേട്ടാ, ദീപ ചേച്ചി. എനിക്ക് കുക്കുച്ചേട്ടനെയും ദീപ ചേച്ചീനെയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇവിടെ കേസ് കോഡൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ചേർന്നത്. ഇപ്പോൾ ഞാൻ കണ്ടംപററിക്കും ഹിപ്പ് ഹോപ്പിനുമാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷോപ്പ് അടിപൊളിയായിരുന്നു. ഒരു വാലൻറ്റൈൻസ് ഡേയുടെ ഒക്കെ റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഞാൻ ഇവിടുത്തെ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു, എല്ലാം നല്ല രസമായിരുന്നു. ഇതും നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. എല്ലാരെയും നമ്മൾ പറഞ്ഞയച്ചു. എന്നാലും പോവാത്ത നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ വന്നവർ പുറത്തുനിന്നുള്ളവരൊക്കെ ഓൾമോസ്റ്റ് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള വർക്ക്ഷോപ്പിന്റെ എക്സ്പീരിയൻസ്? ശരിക്കും ഞാനത് നിന്നോടാണ് ചോദിക്കേണ്ടത്. ഞാനുണ്ടല്ലോ വാ തുറന്നിട്ടില്ല. എനിക്കത് മനസ്സിലാവേണ്ടിരുന്നേ. ഞാൻ വിചാരിച്ചോളൂ തെറിയേക്കാം. അല്ല ശരി, ഞാൻ പറട്ടെ, എന്താ ശരിക്കും പ്രശ്നം? എന്തുണ്ട്? അല്ല ഞാൻ വിചാരിച്ചു ഇവിടെ എത്ര ഡൗൺ. എന്നിട്ട് ആദ്യമായിട്ട് എന്നെ കണ്ടൊരു ഫാൻ്റെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് തൊട്ട് തൊണ്ട പൊട്ടിത്തിരി വെള്ളം കുടിക്കാൻ പോലും ഞാൻ നോക്കി, ക്യൂ നോക്കി, ഇവര് സപ്പോർട്ട് ചെയ്യുന്ന ഞാനിങ്ങനെ നോക്കി. ഇവര് ആദ്യമായിട്ടല്ല, എത്ര വർഷം അല്ലെങ്കിൽ ഞാൻ നോക്കി കഴിഞ്ഞാൽ. അങ്ങനെയല്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് വർക്ക്ഷോപ്പ് എടുക്കണേ. അപ്പം ഇവൻ ഓൾറെഡി എന്തൊക്കെയോ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചു. ഞാനൊരു 100 പ്രാവശ്യം ചോദിച്ചു നീ എങ്ങനെ എടുക്കാൻ പോണേ, പറഞ്ഞതാ. അപ്പൊ എനിക്ക് അതിന്റെ കൂടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവനൊരു ഫ്ലോ ഉണ്ട്, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഫ്ലോ കട്ടാവും. അങ്ങനെയല്ല ഞാൻ പറയണത് വെച്ചാൽ നിങ്ങൾ ബാക്കി എല്ലാവരും സൈലന്റ് ആയതുകൊണ്ട് ഞാൻ അത്ര ലൗഡായിട്ട് നിക്കുന്നേ. പക്ഷെ ഞാൻ എന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ബാക്കിലോട്ട് പോകുമ്പോ ശരിക്കും ആ പോർഷൻ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിങ്ങളാ. നിങ്ങളത് ചെയ്യണില്ല. നിങ്ങൾ അപ്പോഴും 3 ആളും ചിരിച്ചു തള്ളി ഇങ്ങനെ ഇരിക്കാൻ. ഇതെന്താ പറ്റിയ? അതെന്താ അറിയോ, ഞങ്ങള് പറയുമ്പോ ഞങ്ങളാരും നോക്കണില്ല, നിന്നെ തന്നെ എല്ലാരും നോക്കണേ. എന്റെ വോയിസ് ഭയങ്കര ലൗഡാ. ഞാൻ നിങ്ങൾ പറയണുണ്ടെങ്കിലും കുറച്ച് ഡൗൺ ആ. ഞാൻ പറയുമ്പോ ആരും കേൾക്കണില്ല. അപ്പൊ പിന്നെ അങ്ങനല്ല, കേൾക്കാണ്ടല്ല, അതാ അത്രയും ലൗഡ് ബാക്കിലോട്ട്. എന്താ അതിനുള്ളത് ഞാനിപ്പോ കുറച്ച് ആവും. അല്ല അത് അത്രയും ലൗഡായിട്ട് പറയുമ്പോ പിള്ളേരുടെ അറ്റൻഷൻ എല്ലാം കിട്ടുന്നുണ്ട്. ബാക്കി ആരുല്ലേ. പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും ഒന്നും കൂടെ ഉഷാറായി. പിന്നെ വെച്ചാൽ ഇവൻ ഭയങ്കര സ്ലോയില് പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ എനിക്കാണെങ്കിൽ സ്ലോ ഇഷ്ടമല്ല. ഞാൻ ഫാസ്റ്റ് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നവരൊക്കെ എല്ലാവരും ഒരു ഫാന്റസി വേൾഡിൽ ഇങ്ങനെ നിൽക്കുക. കാരണം അവര് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എൻജോയ് ചെയ്യാണോ, സ്റ്റെപ്പ് നോക്കുകയാണോ, ഞങ്ങൾ നോക്കിക്കാണോ. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് തന്നെയല്ലേ നിങ്ങള്. എല്ലാവരും നല്ല സ്നേഹമുള്ളവർ, നമ്മളെ ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഭയങ്കര പോസിറ്റീവ് ഉണ്ടായിരുന്നു. വന്നവർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരു നെഗറ്റീവ് ഒന്നും വന്നില്ല. എല്ലാരും കുറെ പേര് കളിക്കാൻ മീൻസ് കളിക്കണവരൊന്നല്ല, പക്ഷെ അവര് ട്രൈ ഉണ്ടായിരുന്നു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ശരീരം ഓപ്പൺ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ മെന്റലി അത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ വാക്കുകൾ ശരിക്കും നല്ല. നമുക്ക് അറൌണ്ട് 90 എൻട്രീസ് ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പിന്. ശരിക്കും 100 എടുക്കായിരുന്നു. സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് പേടി, കാരണം ഇത്രയും പേര് കയറി കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ സ്ഥലം ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ. ചെറിയൊരു കൺജസ്റ്റ് ഉണ്ടായിരുന്നു ബാക്കിലുള്ളവർ. പക്ഷെ നമ്മളത് ഇങ്ങനെ ഫ്രണ്ടിലുള്ളവർ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും മറിച്ച് ചെയ്തെങ്കിലും അതിൽ ചിലപ്പോൾ പിള്ളേരൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ലോ. പക്ഷെ ഇത്രയും കൗണ്ട് വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വർക്ക്ഷോപ്പാണ്. അത് ഇത്രയും ക്രൗഡ് കയറി. കുറേയൊക്കെ നമ്മുടെ ഫാൻസ് തന്നെയാണ്. സോ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ പേര് വന്നിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനിയും വർക്ക്ഷോപ്സ് നമുക്കിതൊരു ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹം. അല്ല ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ എന്നോടൊരു കുട്ടി പറഞ്ഞു നിങ്ങൾ ചെയ്ത വലിയ കാര്യമാണ്. കാരണം കൂടുതലും പ്രൊഫഷണൽ ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾ പോസ്റ്റർ റിലീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പേടിയാണ്. നമ്മൾ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഇത് ഭയങ്കര സിമ്പിൾ ആണെന്ന്. അത് നിങ്ങളുടെ മുഖം കണ്ടതുകൊണ്ടും സിമ്പിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ടും ഞങ്ങൾക്ക് ഡാൻസ് ഒട്ടും അറിയാതെ വന്നത് ഈ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം. അത് കുറച്ച് സമയം മനസ്സ് തുറന്ന് അവർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി ഈ വർക്ക്ഷോപ്പിൽ. ഇതുപോലെ ഇനി ചെയ്യണം എന്നാണ് പറഞ്ഞത്. സന്തോഷം. അടുത്ത പ്രാവശ്യം ഹാപ്പിനെസ് കൊടുക്കപ്പെടും. ഓക്കെ, എന്തായാലും വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല ടയേർഡാണ്. ഒരു 2-3 മണിക്കൂർ അല്ലേ, 3 മണിക്കൂർ നമ്മള് പഠിപ്പിക്കലും ഡാൻസ് നമ്മളൊരു ബ്രേക്ക് എടുത്ത് കൊടുത്തില്ല. ഇല്ല, ബ്രേക്ക് കൊടുത്തില്ല. ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞൂല, ആ ഫ്ലോയിലാണ്ട് പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എന്തായാലും ഇവള് രാവിലെ തൊട്ട് ഉച്ചട്ട് വൈകുന്നേരം തൊട്ട് മറ്റേ കിളി പോയ ഇന്നസെന്റിന്റെ പോലെ. സത്യം, ഇവിടെ വന്ന് എല്ലാരും കണ്ടപ്പോ കിളി മൊത്തത്തോടെ പോയി. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒന്നും ഇവിടെ വരുന്നുണ്ടായില്ല. പിന്നെ അടുത്ത വർക്ക്ഷോപ്പിനെ പൊളി. എല്ലാത്തിനും എനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടോ, അത് കഴിഞ്ഞാൽ സെറ്റ് ആവും. എന്താ പിന്നെ ഒരു ടോക്ക്.
ഓക്കെ, അപ്പം യെസ്, അപ്പം നിങ്ങൾ വന്നവരും അത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതുപോലെ ഇനിയും ഒരുപാട് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ സ്ഥലങ്ങളിലും ഞങ്ങളുടെ വർക്ക്ഷോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കേസ് കോഡിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഡാൻസ് വീഡിയോസ് ഇടുന്നുണ്ട്. ഡാൻസിനെ ഇന്നിപ്പോൾ ഇവിടെ ഇന്ന് വന്നവരാരും ഭയങ്കര വലിയ ഡാൻസേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കേസ് കോഡിനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഡാൻസ് ഇൻസ്റ്റാഗ്രാം പേജസ് ഒരുപാട് ഉണ്ടാവും. പറ്റുമെങ്കിൽ നിങ്ങളുടെ തീർച്ചയായിട്ടും കേസ് കോഡിനെ ഫോളോ ചെയ്തോ. ഒരുപാട് ഡാൻസ് വീഡിയോസ്, ഡിഫറെൻറ്റ് സ്റ്റൈൽസുകൾ, ഡിഫറെൻറ്റ് കുട്ടികൾ, ഡിഫറെൻറ്റ് സോങ്സുകൾ, ട്രെയിനേഴ്സ് എല്ലാം നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ ഡാൻസ് എഡ്യൂക്കേഷൻ അടക്കം കൊടുക്കുന്നുണ്ട് ത്രൂ ഇൻസ്റ്റാഗ്രാം. സോ പറ്റുന്നവർ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, കേസ് കോഡ്. അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നമുക്ക് വൈൻഡപ്പ് ആണ്. നമ്മുടെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചായിരുന്നോ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ? നിങ്ങൾ കേട്ടാണല്ലേ കുറച്ചൊക്കെ? നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ അവിടെ ഉണ്ട്, അവരുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. Come on, let's go. Yes guys, അങ്ങനെ നമ്മുടെ ഇന്നത്തെ അങ്ങനെ നമ്മുടെ അങ്ങനെ എല്ലാവരും പോയി വീണ്ടും നമ്മൾ മാത്രമായി. സങ്കടപ്പെടുന്ന എന്തിനാ, നമുക്ക് നമ്മ മാത്രല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളും ഇവരെല്ലാവരും വർക്ക്ഷോപ്പിന് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് മൈക്കുണ്ട്, കൊടുക്ക്. ഉള്ളിന്ന് വരട്ടെ, പറ. എന്താ വർക്ക്ഷോപ്പ് കലക്കി. എന്റെ ഷോക്കേസ് ഇതൊക്കെ അവള് ഇല്ല, പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണോ കൊറിയോഗ്രാഫി? നമുക്ക് ഇത്രയും നമ്മൾ കൊറിയോഗ്രാഫി ലൈക്ക് ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ്. ഓക്കെ, അതുണ്ടാവും. പക്ഷെ ഇല്ല, പക്ഷെ എന്താ ഭയങ്കര ബേസാണോ അല്ല, പക്ഷെ ഈ സിമ്പിളാണോ ആണ് അങ്ങനത്തെ. ആൻഡ് നല്ല ക്ലാസ് കൊറിയോ. ചേട്ടാ ഫാസ്റ്റ് ആയിട്ട് പഠിപ്പിച്ചോണ്ടാ ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോ അങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചെന്ന് വരില്ല. പക്ഷെ ആരെങ്കിലും ഒരു 1-2 പേര് നന്നായിട്ട് കളിക്കും. നിങ്ങൾക്കറിയോ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ എന്തോരം കഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു സോങ് പിള്ളേർ അറിയരുത്, കൊറിയൻ പിള്ളേർ കാണരുതെന്ന്. അത് കാരണം ഇവര് 24 മണിക്കൂർ ഇവരുണ്ടാവും. ക്ലാസ് പൂട്ടി പോകാൻ ഇവരിവിടെ ഇരിക്കും. എടാ നിനക്കൊന്നും വീട്ടിൽ പോകണ്ടേ? കാരണം ഇവര് പോയിട്ട് വേണം ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങളെ പുറത്താക്കിയിട്ടാണ് ഞാൻ എന്നും വിളിച്ചു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും വീട്ടിൽ പോകണ്ടേ നിങ്ങൾക്ക്, വീട്ടിൽ നിങ്ങൾ അന്വേഷിക്കില്ലേ? അങ്ങനെയൊക്കെ. അല്ല, പക്ഷെ ഇന്നലെ കാരണം ഗതി കിട്ടും. അക്ഷയ അഭിരാമി പെമ്പിള്ളേരെ പോലെ 2 പേരും ഇങ്ങനെ. അക്ഷയ അഭിരാമല്ല, അഭിരാം ദീപക്, ദീപനും ഇവരവിടെ കമിതാക്കളെ പോലെ പുറത്തിരുന്ന് കുഞ്ഞു പറഞ്ഞോണ്ടിരിക്കും വീട്ടിൽ പോടാ പറയുന്നത്. അല്ലാണ്ട് അവര് പക്ഷെ അവർക്ക് റീൽ ഉണ്ടായിരുന്നു. അവർ അതിന്റെ റിഹേഴ്സലായിരുന്നു. ഡെഡിക്കേഷൻ ഓഫ് ക്ലാസ് സ്റ്റുഡൻസ് ഓഫ് അത് വഴിയെ കാണാം. അത് വീഡിയോ വരുമ്പോ ഞാൻ നോക്കട്ടെ. ഡെഡിക്കേഷൻ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ അഭിപ്രായങ്ങൾ? ഇന്നത്തെ ക്ലാസ് വാസ് റിയലി ഫൺ. ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് കളിച്ച് തെറ്റാനും കുഴപ്പമില്ല, തെറ്റിയിട്ടും കുഴപ്പമില്ല. അങ്ങനെ കണ്ടംപററി സ്റ്റുഡൻസിന് അത് ഫീൽ ചെയ്യും. നമ്മൾ ഇത്രയും ജോലിയല്ല ക്ലാസ് നമ്മളൊക്കെ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരായതുകൊണ്ട് അത് വിട്ട് പോയി ഇത്രയും കളിക്കാനും ചിരിക്കാനും ഒക്കെ ഹാപ്പിനെസ് കൊടുക്കും. പിന്നെ എല്ലാരും എല്ലാരും ചിരിക്കണം കണ്ട് പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ സന്തോഷം. ഇങ്ങനത്തെ കുറെ കൊറിയോഗ്രാഫി വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടാവട്ടെ. അതെ, പക്ഷെ സീൻ ബോംബെ ആണ് കൂടുതൽ. അപ്പൊ എന്നിട്ട് മലയാളം ഇപ്പൊ സൂപ്പർ ആയിട്ട് പറയുന്നത് അതിനുള്ള ക്രെഡിറ്റ്സ് കേസ് കോഡിനാണ്. പക്ഷെ എന്റെ ഹിന്ദി പോയി, അതും കേസ് കോഡിനാണല്ലേ? അല്ല, ഇവിടെ എല്ലാവരും ഹിന്ദി വർത്തമാനം പറയാൻ തുടങ്ങിയത് എന്റെ സ്റ്റുഡൻസ് ആണ്. കിतना बोले आज का क्लास बहुत अच्छा था.
എനിക്ക് വേറെ സാധനം അറിയാം. പറയണ ചല്ലേ ഓക്കെ ഗൈസ്, സോ ലെറ്റ്സ് റാപ്പ് അപ്പ്. എന്റെ സാധനം ഉണ്ട്. അതൊന്നും പറഞ്ഞോക്കെ വീഡിയോയാ. ഇന്ന് നമ്മുടെ ഫ്ലോറിൽ യൂഷ്വലി ഡാൻസേഴ്സ് ആണ് വർക്ക്ഷോപ്പിനൊക്കെ വരാ ഫുൾ പഠിക്കാൻ വേണ്ടിയുള്ള. ഇന്ന് ഇവരുടെ രണ്ടുപേരെയും വർക്ക്ഷോപ്പ് ആദ്യമായിട്ട് വെച്ചുകൊണ്ട് DKTLസിന്റെ ഫാൻസ് ഫുൾ മുഴുക്കി ഫ്ലോർ നിറഞ്ഞിരിക്കുക. യൂട്യൂബിന്റെ പവർ ഉണ്ടോ നീ? കേട്ടാ ഞങ്ങളുടെ പിള്ളേര് വേണ്ടി വന്നു. അങ്ങനെ പറഞ്ഞു. ഞാൻ ആദ്യം കൗണ്ട് ഡൗൺ തുടങ്ങാം, എല്ലാവരും അങ്ങോട്ട് നോക്കൂ. നോക്കിയപ്പോ ചേച്ചിയില്ല, ചേച്ചി പോയേക്കോളൂ. അത് കഴിഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞു ഓക്കെ ഇപ്പൊ വരും. അവരവിടെ എത്തി. ഞാൻ ഓക്കെ ലെറ്റ്സ് കൗണ്ട് അഗൈൻ 10 9 8 7 5 തുറന്നു വരണം. 5 വരെ എത്തിയോ? എന്തായാലും ഇവരെല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ അല്ല March 8th വുമൻസ് ഡേ പ്രമാണിച്ച ഒരു വർക്ക്ഷോപ്പ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതുപോലത്തെ ഫൺ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.